കേരളയിൽ വരും കേട്ടോ, അതിന് യാതൊരു സംശയമില്ല. 39 ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക്, 39 ട്രെയിൻ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക്. ഒരു ട്രെയിനിനും ടിക്കറ്റൊന്നും ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല. നേരെ കയറി കണ്ണൂരിൽ നിൽക്കുക. ഇപ്പോൾ ട്രെയിൻ വന്നോ? ഇപ്പോൾ പോയി. ഇനി എത്ര വേണം? 20 മിനിറ്റ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ട്രെയിൻ വരും. നിങ്ങൾക്ക് പാശ്ശേരിയിൽ നിന്ന് ബസ് കിട്ടണത്തിന് എത്ര മണിക്കൂർ വേണം? ഇപ്പോൾ പാശ്ശേരിക്കുന്ന ഒരു ബസ്സിന് തളിപ്പൂർ പോകണമെങ്കിൽ എത്ര സമയം വേണം? എത്ര കാത്തിരിക്കണം? അരമണിക്കൂർ. ഇതെത്രയേ കൊണ്ടു? ഇത് കയറി നിന്ന് 20ാമത്തെ മിനിറ്റിൽ വരും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പ് പോയി. അപ്പോൾ എത്ര മിനിറ്റ് ഇരിക്കണം? 10 മിനിറ്റ്. 10 മിനിറ്റ് കൊണ്ട് ട്രെയിനായി. അപ്പം തന്നെ ടിക്കറ്റ് എടുക്കുക, അപ്പം തന്നെ കയറാം. എന്താ കാരണം? ഓരോ 20 മിനിറ്റിനും ട്രെയിനാണ്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ദൂരം കൈകാര്യം ചെയ്യാൻ എത്ര മണിക്കൂർ വേണമെന്ന് അറിയാം നിങ്ങൾക്ക്? 3 മണിക്കൂർ 54 മിനിറ്റ്. കാസർഗോഡ് നിന്ന് കയറിയാൽ 3 മണിക്കൂർ 54 മിനിറ്റ് കൊണ്ട് എത്തും തിരുവനന്തപുരത്തും. അപ്പോൾ കൊച്ചിയിലേക്കുള്ള ദൂരത്തിലായിരിക്കും. ഇവിടുന്ന് കൊച്ചിക്ക് പോകണം. പണ്ടെല്ലാം കൊച്ചിക്ക് പോകാന്ന് പറഞ്ഞാൽ തന്നെ വലിയ പണിയാണ്. ഇപ്പൊ നേരെ കണ്ണൂരിൽ നിന്ന് കൊച്ചിക്ക് പോകാൻ എത്രയേ കൊണ്ടു? 1.5 മണിക്കൂറുണ്ടായാൽ കൊച്ചിയിലെത്തി. ഇവിടുന്ന് ചായയും കുടിച്ച് പോവാ, അവിടുന്ന് ഭക്ഷണവും കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരാം. വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാം. കൊച്ചിയിൽ നിന്ന് കേരളത്തിന്റെ ഏതറ്റം വരെയും നമുക്ക് പോകാനുള്ള സൗകര്യം. അത്ര മഹനീയമായ ഒരു 50 കൊല്ലത്തിന്റെ വളർച്ചയാണ് നമ്മൾ റെയിലിലൂടെ കണ്ടത്. അതിനെയാണ് പാര വെച്ചത്. കാരണം പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിരിക്കുന്നു. ഇനി ഇതേപോലെ മുന്നോട്ടേക്ക് പോയാൽ പിന്നെ നമ്മളെ കാര്യം പോക്കാണ് എന്ന് കരുതിയിട്ട് അവർ തീരുമാനിച്ചു